നമസ്കാരം അമേരിക്ക. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ പടിയിറങ്ങുമ്പോഴും പുതിയ പ്രസിഡന്റ് അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രത്തിലേക്ക് നടന്നു കയറുമ്പോഴും തൊട്ടു മുമ്പുള്ള ആ ക്രിസ്മസിന് നൽകുന്ന സന്ദേശത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. മിക്കപ്പോഴും അമേരിക്കയുടെ ഐക്യത്തെപ്പറ്റിയും രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ടതിനെപ്പറ്റിയും അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ പറഞ്ഞു പോകുമ്പോൾ ഇത്തവണ ഈ ഇറങ്ങുന്ന പ്രസിഡന്റും കയറുന്ന പ്രസിഡന്റും വ്യത്യസ്തമായ സന്ദേശങ്ങൾ നൽകിയത് അമേരിക്കയിൽ ചർച്ചയായിരിക്കുകയാണ്. ഐക്യത്തെപ്പറ്റി പതിവ് പോലെ ജോ ബൈഡൻ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തമായ രീതിയിൽ അമേരിക്ക മുന്നോട്ട് പോകുന്ന ചില വിദേശ നയങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച ഒരു ക്രിസ്മസ് സന്ദേശമായിരുന്നു ഇത്തവണ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയത്. ഇത്തരം സന്ദേശങ്ങൾ അമേരിക്കയെ ഐക്യപ്പെടുത്തുമോ അതോ ട്രംപിൻ്റെ ഈ രണ്ടാം വരവിനെ ആശങ്കയോടെ കാണണമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ട് പ്രസിഡന്റുമാർ നൽകിയ വ്യത്യസ്ത ക്രിസ്മസ് സന്ദേശങ്ങളെ പറ്റിയാണ്. സന്ദേശങ്ങളിലെ ഒളിയമ്പുകൾ. അമേരിക്കൻ ഡയലോഗിൻ്റെ ഈ ആഴ്ചത്തെ അതിഥികൾ ഫോക്കാന പ്രസിഡന്റും സംരംഭകനും അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ സജിമോൻ ആന്റണി, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീഗ് കൗണ്ടി മെമ്പറുമായ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ, ഇന്റർനാഷണൽ അഫയേഴ്സ് ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ വർഗീസ് കോരസൻ. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. വിൻസെന്റ്, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, അതായത് 4 വർഷം മുമ്പുള്ള കുറേ ഓർമ്മകളൊക്കെ കാണുമല്ലോ ക്യാപിറ്റൽ ഹില്ലിലെ. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ക്രിസ്മസ് സന്ദേശം, അന്നത്തെ ക്രിസ്മസ് സന്ദേശം എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ വർഷങ്ങളായിട്ട് അല്ലെ ദശാബ്ദങ്ങളായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ ക്രിസ്മസിന് നൽകുന്ന സന്ദേശത്തിനൊരു രീതിയുണ്ട്. അമേരിക്കയുടെ ഐക്യപ്പെടലും അല്ലെങ്കിൽ അവർ വിടവാങ്ങുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ചില സന്ദേശങ്ങളാണ് വരുന്നത്. എന്താണ് നിങ്ങളുടെ നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ചൈനയും ഒക്കെ അല്ലെങ്കിൽ കാനഡ ചേർക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ക്രിസ്മസ് സന്ദേശത്തിൽ കൂടെ എന്താണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് വിൻസെന്റ്? മധു, നമ്മൾ ഈ ഹിസ്റ്ററി മേക്ക് ചെയ്യുന്ന പ്രസിഡന്റുമാരും സാധാരണ പ്രസിഡന്റുമാരും ഉണ്ട് അമേരിക്കയിൽ. അമേരിക്ക ഇതുപോലെ പണ്ട് അലാസ്ക മേടിക്കുമോ എന്ന് പറഞ്ഞപ്പോഴും ലൂസിയാന മേടിക്കുമോ എന്ന് പറഞ്ഞപ്പോഴും 1800s അന്നും ഉണ്ടായിരുന്ന മീഡിയ, വാട്ട് എവർ ദ മീഡിയ ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം, ദേ മെയ്ഡ് ഫൺ ഓഫ് ദോസ് പ്രസിഡന്റ്സ് അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് അമേരിക്ക ഹാസ് എക്സ്പാൻഡഡ് ബൈ പർച്ചേസിംഗ് other geographies. Louisiana, starting with the Louisiana purchase by Thomas Jefferson, Alaska purchase, and then buying Mexico, parts of Mexico, including most of the western states after the war, paying them money. So all of these things have made America stronger and bigger, and that created the America that we have today. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രീൻലാൻഡിന്റെ പ്രശ്നം നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിച്ചു നോക്കിയാൽ, ചൈന വളരെ ഗംഭീരമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ സ്പോർട്ടുകളുടെ എല്ലാം ഓപ്പറേഷൻ പിടിച്ചെടുക്കാനായിട്ട്. 55,000 ജനങ്ങൾ മാത്രമുള്ള 55,000 ആൾക്കാർ മാത്രമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന മൊത്തം ജോഗ്രഫിയിലുള്ളത്. ഈക്വൽ ടു ദ പോപ്പുലേഷൻ ഓഫ് സംതിങ് ലൈക്ക് കൊടുങ്ങല്ലൂർ ഇൻ കേരള or ചെങ്ങന്നൂർ in Kerala. Chenganur has actually more population than Greenland, the entire Greenland. And Greenland is 60 times larger than Kerala. It's such a huge land with only 55,000 people. അപ്പൊ ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത്. ഡെൻമാർക്കിന്റെ കൺട്രോളിൽ ഇരിക്കുന്നു. ഡെൻമാർക്ക് അതിനെതിരാണ്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പല യൂറോപ്യൻ ഫോഴ്സിനും they want Greenland to be protected from China. വിൻസെന്റ്, നമുക്ക് അറിയേണ്ടത് ഈ ലോകരക്ഷകനായിട്ട് ക്രിസ്തു ജനിച്ച ദിവസം നമ്മൾ കൊണ്ടാടുന്ന ആ ദിവസം തന്നെ ഇത്തരം ഒരു സന്ദേശം വേണോ ഒരു നിയുക്ത പ്രസിഡന്റ് ഭാഗത്ത് നിന്ന്? അല്ല, ഇപ്പം നമ്മളിപ്പോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന്റെ പുള്ളി അങ്ങനെ ഒരു ദിവസമോ സന്ദേശം കൊണ്ടാണല്ലോ. സോ ദ വേൾഡ് ഹാസ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മളിപ്പം നമ്മൾ കാണുന്ന ഒരു റിയാലിറ്റി ആയിരിക്കില്ല ഒരു 50 വർഷം കഴിഞ്ഞ് കാണാൻ പോകുന്നത്. ചിലപ്പം ട്രംപിന്റെ ഈ ടൈമിൽ ആയിരിക്കില്ല ഗ്രീൻലാൻഡ് അമേരിക്കയുടെ പാർട്ട് ആകാൻ പോകുന്നത്. പക്ഷെ അതിനുള്ള ശ്രമം ആരെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങിയേ പറ്റുള്ളൂ. അതിന് കാരണം ഇത്രയും ചെറിയൊരു ഭൂവിഭാഗമാണ്, ഇത്രയും ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഇപ്പോഴത്തേതിനേക്കാളും വളരെ നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു നീക്കമായിരിക്കും അവർ അമേരിക്കയിലൂടെ ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. സജിമോനെ, വിൻസെന്റ് പെട്ടെന്നൊന്ന് സജിമോനിലോട്ടൊന്ന് പോയിക്കോട്ടെ. സജിമോനെ, ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കണ്ടിരിക്കുന്നത് നീലക്കോട്ട് ഇട്ട
പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു റിപ്പബ്ലിക്കൻ്റെ ചില വികാരങ്ങളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഈ വിൻസെൻ്റ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? ഈ ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനൊരു പ്രസ്താവന ഒരു ക്രിസ്മസ് സന്ദേശത്തിൽ കൂടെ നടത്തിയതിൽ എന്താണ് അതിൻ്റെ നിങ്ങൾക്കുള്ള അഭിപ്രായം? Yeah, first of all, wish you a very happy, very Merry Christmas and Happy New Year. ആൻഡ് ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് എന്ന് പറയുന്നതാണ് ജോയ്ഫുൾ, ഹാപ്പിനെസ്, സമാധാനം, പീസ്, അതൊക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു പ്രസിഡന്റ് ആരാണെങ്കിലും അവരുടെ ഒരു രീതിയിലുള്ള ഒരു സന്ദേശമാണോ അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അല്ല എന്നാണ്. എന്നാൽ വിൻസെന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്നത്തെ അമേരിക്കയായത് ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ മെക്സിക്കോയുടെ പാട്ട് ഉൾപ്പെടെ കാനഡയുടെ പാട്ട് ഉൾപ്പെടെ പല റീജിയണിലും പല സമയങ്ങളിലും പല ദശകങ്ങളിലും പല പല കൊടുക്കലും വാങ്ങലുകളും നടത്തി ആ ഒരു ഭൂപ്രദേശം ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു നോർത്ത് അമേരിക്ക ആയത് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇപ്പൊ ലോകമാകമാനം നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചൈന ഒരു റിയാലിറ്റിയാണ്. അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കാർ അംഗീകരിക്കും, അമേരിക്കക്കാർ അംഗീകരിച്ചാലും ഇല്ലേലും അതൊരു റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയും ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഗ്ലോബൽ പവറും കഴിഞ്ഞ 50 വർഷത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെയധികം മുന്നിലായി കഴിഞ്ഞു. അപ്പം അമേരിക്കയുടെ മുന്നിൽ നമ്മൾ ഇവിടെ ഉള്ള സ്ട്രാറ്റജികൾ ഗ്ലോബലൈസേഷനും WTO ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നതിന് ശേഷം ഇക്കണോമിക് ഒരു റീഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു റീബാലൻസ് നടക്കുകയുണ്ടായി എന്നുള്ള കാര്യത്തിൽ വസ്തുതയുണ്ട്. അപ്പൊ ആ വസ്തുതയെ മുന്നേ നിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ചൈനയെ ടാക്കിൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു സ്ട്രാറ്റജിക് പാർട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകൾ വേണം നമുക്ക് കാണാം. അപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഓവറോൾ സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ചില സമയത്ത് ഒരു വിരട്ടൽ അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ബാർഗെയിന് വേണ്ടിയിട്ട് ഒരു വലിയ പിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടായിരിക്കാം ഇത് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള നെഗോഷിയേഷൻ, ഇന്റർനാഷണൽ നെഗോഷിയേഷന്റെ പാർട്ടായിട്ട് അത് നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതിൽ അപ്പുറമായിട്ട് ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് ആയിരിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഏതായാലും കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ മധു, അനുയോജ്യമായ ഒരു സമയത്ത് താങ്ക് യു സജിമോനെ. കൊരസൻ വർഗീസ്, നമ്മൾ ഒരുപാട് മെനക്കെട്ടാണ് ഈ സജിമോനെയും വിൻസെൻ്റ് പാലത്തെങ്കിലെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 2 ബെഞ്ചിലാക്കിയത്. അപ്പോൾ ഈയിടെയായിട്ട് ഇവർ തമ്മിൽ ഒരു ചെറിയ ലവ് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് തന്നെ ആയിരിക്കും അപകടം വരുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിയുക്ത പ്രസിഡന്റ് സന്ദേശത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? വളരെ സന്തോഷം മധു എന്നോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതിൽ. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മുടെ ക്രിസ്മസിന്റെ ഒരു സന്ദേശം എല്ലാവർക്കും നൽകുന്നു. നല്ല ആശംസകൾ നേരുന്നു. ട്രംപ് പ്രസിഡന്റ് ആയിട്ടില്ല. സജിമാൻ പറഞ്ഞു നമ്മുടെ ട്രംപ് പ്രസിഡന്റ് ആയിട്ടില്ല. ഒരു പക്ഷേ ഒരു തവണയെങ്കിലും ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളും ഇപ്പോഴും മുമ്പിൽ നിൽപ്പുണ്ട്. കോൺഗ്രസ് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രസിഡന്റ് ആകാനുള്ള ശ്രമം പരാജയപ്പെട്ടേക്കാം. പക്ഷേ എന്തായാലും ഒരു ക്ലാസിക് ട്രംപാണ് സന്ദേശം നൽകിയത്. ബൈഡൻ വളരെ നല്ല സന്ദേശം, ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകിയത്. അത് വളരെ ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് പ്രസിഡന്റ് കൊടുക്കേണ്ട അവസരത്തിനൊത്ത ഒരു മെസ്സേജാണ് ബൈഡൻ നൽകിയത്. ട്രംപ് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഫാക്ട്സ്, ഫിക്ഷൻ ആൻഡ് കൺഫ്യൂഷൻ. ദാറ്റ്സ് ക്ലാസിക് ട്രംപ്. വാട്ട് എൽസ് യു എക്സ്പെക്ട്? അതോറിറ്റേറിയൻ അതൊരു ലെഫ്റ്റ് വിങ് ആയിട്ട് ആൾക്കാരെ വളരെ ക്രൂരമായി പരിഹസിക്കുന്ന ട്രംപിന്റെ വാക്കുകൾ ഒരു പൊളിറ്റിക്കൽ റെറ്ററിക് ആയിട്ട് ലോകം വേലി കെട്ടി വേർതിരിക്കുന്ന വിഭജനത്തിന്റെ ഒരു ഡിവൈഡ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സിംബോളിസം വീണ്ടും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമേരിക്ക എവിടെയോ തളർന്നു കിടക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളൊരു ബോധം അമേരിക്കക്കാരുടെ ഇടയിൽ അറിയാതെ വളർത്തിയിരിക്കുകയാണ്. കാനഡ അനക്സേഷന്റെ കാര്യവും അതുപോലെ ഗ്രീൻലാൻഡ് പർച്ചേസിന്റെ കാര്യവും അതുപോലെ തന്നെ പനാമ കനാലില് തിരിച്ചു പിടിക്കും എന്ന് പറയുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ അമേരിക്കയിൽ തന്നെ ഉള്ള എനിമീസ് വിതിൻ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള നമ്മുടെ ആത്മാവിന്റെ ഇടയിലുള്ള ഒരു വലിയ ഒരു പൈശാചികതയാണ് പുറത്തു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞിരുന്നാലും ട്രംപ് പറയുന്നതിനകത്ത് ചെറിയ വാസ്തവങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പനാമ കനാല് അമേരിക്കക്കാർ ഉണ്ടാക്കിയതാണ്. അത് പനാമയ്ക്ക് തിരിച്ചു കൊടുത്തപ്പോൾ അന്ന് കൊളംബിയയും പനാമയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് അമേരിക്കയുടെ ഒരു പൊസഷന്റെ ഒരു പാർട്ടായിട്ടൊരു ഡീലായിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ചൈന നിക്കരാഗ്വയിൽ കൂടെ വേറൊരു കനാൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ത്രെട്ട് കൊടുക്കേ പറ്റുള്ളൂ. അത് എംഫാറ്റിക്കലി വളരെ സ്ട്രോങ്ഫുള്ളി ട്രംപ് അതിനെപ്പറ്റി പറയുകയാണ് ചെയ്തത്. അത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പനാമ കനാല് ചൈന അതിനകത്ത് ഇൻഫ്ലുവൻസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അമേരിക്കൻ ബിസിനസിനെ വളരെ ബാധിക്കും. അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ
25% ടാരിഫിനെ പറ്റി പറയുന്നുണ്ട് കാനഡയുടെ. അതെ, ബട്ട് 25% കാനഡിയൻ പ്രൊഡക്റ്റിന് ടാരിഫ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺഎംപ്ലോയ്മെന്റും ആ രാജ്യം കുട്ടിച്ചോടായി. അതുപോലെ തന്നെ അമേരിക്കൻ ടാക്സ് പേയേഴ്സും അതുപോലെ തന്നെ അതിന്റെ ബാലൻസ് വഹിക്കേണ്ടി വരും. ഇവിടുത്തെ സാധനങ്ങൾക്ക് വില കൂടും, ഇവിടെയും ഡെഫിസിറ്റ് ഉണ്ടാകും, ഇവിടെയും പ്രശ്നങ്ങളുണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് പക്ഷേ ഈ ടിപ്പിക്കലി ട്രംപ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. ഹീസ് മേക്കിംഗ് സം പ്രഷർ ഫോർ ഡീൽ മേക്കിംഗ്. സോ ആ ഒരു രീതിയിലായിട്ട് കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം ഉയർത്തിക്കുന്ന 3 പോയിന്റുകളും അതിന്റെ പുറകില് അമേരിക്കയ്ക്ക് വലിയ ഒരു ചരിത്രമുണ്ട്. ഗ്രീൻലൻഡ് വാങ്ങിക്കുന്ന കാര്യം ഒരു സ്ട്രാറ്റജിക്, ഇതിന് ഓൾറെഡി അവർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി അത് സർവേ മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ട്രംപിന്റെ ടീമിൽ തന്നെ അറിയാതെ തന്നെ ഒരു പക്ഷേ നടന്നിരിക്കും. നോർവേയുടെ കയ്യിൽ, നോർവേയും ഡെൻമാർക്കും കൂടെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചൈനയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഗ്രീൻലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ഓൾറെഡി ചൈനയിൽ പോയി അവിടെ 3 എയർപോർട്ട് പണിയാനായിട്ട് ചൈനയുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അമേരിക്ക ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് സാധിക്കില്ല. ട്രംപ് വാസ് റൈറ്റ്, ഐ അഗ്രി വിത്ത്. വിൻസെൻ്റ്, ഈ ട്രംപിൻ്റെ തുടർച്ചയായ സന്ദേശങ്ങൾ, ക്രിസ്മസ് മാത്രമല്ല മറ്റുള്ള സന്ദേശങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങൾ, അനധികൃത കുടിയേറ്റത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പം ആഗോളതലത്തിലെ വിഷയങ്ങളാണ് അദ്ദേഹം തുടർച്ചയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറണം. ഇത് ട്രംപ് കഴിഞ്ഞ ടൈമിൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നതാണ്. അതിനുള്ള തുടക്കം ഇട്ടു. പക്ഷേ 6 മാസം കഴിഞ്ഞ് ജോ ബൈഡൻ ആ തീരുമാനം മാറ്റുകയായിരുന്നു ചെയ്തത്. അന്ന് ട്രംപ് പറഞ്ഞൊരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയോ ഒരു ചൈനയോട് ഒരു തക്കതായ ഒരു മറുപടി കൊടുക്കുവാനുള്ള രീതിയിലേക്ക് ഒരു കെൽപ്പില്ലായ്മ കാണിച്ചു. ചൈനയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന 2 സംഘടനകളാണ്, ഈ 2 പ്രസ്ഥാനങ്ങളാണ് ഈ ലോകാരോഗ്യ സംഘടന. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു മഹാമാരി പോലെയൊക്കെ ഒരു സംഭവം വരുമ്പോൾ അമേരിക്ക ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ അമേരിക്കയും കൂടെ ചേർത്ത് വെച്ച് അതിനെ ഒറ്റക്കെട്ടായിട്ട് ആഗോളതലത്തിൽ നേരിടുന്നതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു വശത്ത് വരുന്നുണ്ട്. അപ്പം ഈ ട്രംപിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കാനഡയെ ചേർത്ത് 51ാമത്തെ സംസ്ഥാനമാക്കും, ട്രൂഡോയെ വേണ്ടി വന്നാൽ ഗവർണർ ആക്കാം, അല്ലെങ്കിൽ ഈ പനാമ കനാല്, ഈ ദാനം കൊടുത്ത സാധനമൊക്കെ തിരിച്ചു പിടിക്കുക, ഈ പറയുന്നതെല്ലാം അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള വിദേശ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മളിപ്പോ നമ്മളുടെ 4 പേരും ഇവിടെ സംസാരിച്ചതിൽ നിന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാവും. ഈ ട്രംപിന്റെ മെസ്സേജിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക് കംപ്ലൈന്റ് ഉണ്ട്. ട്രംപ് പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എല്ലാവരും അംഗീകരിക്കുന്നു. പനാമ കനാലിന്റെ 2 അറ്റത്തുള്ള പോർട്ടുകൾ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് ഓൾറെഡി ചൈനീസ് കമ്പനിയാണ്. ആൻഡ് ഓൾറെഡി ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെന്റിനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിന് കൺട്രോൾ ഉള്ളത്, എല്ലാ ചൈനീസ് കമ്പനികളും. ഒരു ചൈനീസ് കമ്പനിയും ടോട്ടലി ഫ്രീ അല്ല. നമ്മൾ കണ്ടതാണ്, ടിക്ടോക്കിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മളത് കാണുന്നതാണ്. അപ്പോ സെയിം തിങ് ഇൻ ഗ്രീൻലാൻഡ്, ചൈന ഈസ് ഇൻവെസ്റ്റിംഗ് മണി. ഒന്നും സോളിഡ് ആയിട്ടൊരു ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താത്തത് ഈ അമേരിക്കയുടെ റെസിസ്റ്റൻസും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളുടെ റെസിസ്റ്റൻസും ഉള്ളത് കൊണ്ടാണ്. And the same thing is in Canada. They are, China is going aggressively and trying to create alliances in Canada. So, അപ്പൊ ട്രംപ് പറയുന്ന കാര്യങ്ങളും ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളും അമേരിക്കയുടെ സുപ്രീമസി ലോകത്തിൽ നിലനിർത്താനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ ഈ ട്രംപിന്റെ മെസ്സേജിനെ കുറിച്ച് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കോരസിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചിന്തിക്കുന്നത് എപ്പോഴും മെരി ക്രിസ്മസും ഹാപ്പി ജോയി കമല പറഞ്ഞുകൊണ്ടിരുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമെല്ലാം നടക്കണം. അമേരിക്ക എപ്പോഴും ലോകത്തിന് നമ്പർ 1 രാജ്യമായിരിക്കണം. അമേരിക്കയ്ക്ക് ലിഥിയം വേണം, റിസോഴ്സസ് വേണം, റെയർ എർത്ത് മിനറൽസ് വേണം. ഇതെല്ലാം നമുക്ക് വേണം. പക്ഷെ അതെങ്ങനെ കിട്ടും? നല്ല വാക്കുകൊണ്ട് കിട്ടാൻ പറ്റുമോ? ഇല്ല. ഇതിരിക്കുന്നത് കാനഡയിലാണെങ്കിൽ പണ്ട് അലാസ്ക മേടിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അലാസ്ക മേടിക്കാൻ പോയ പ്രസിഡന്റിനെയും അന്നത്തെ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാവരും കളിയാക്കി പുച്ഛിച്ചതാണ്. റഷ്യയുടെ അലാസ്ക മേടിച്ചപ്പോ 1800s. ഇപ്പൊ അലാസ്കയിലാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത്. ഈ അലാസ്ക പോലത്തെ തന്നെ ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു സംഭവം കേൾക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടുള്ള ആ ലോക മര്യാദകളുടെ പേരിൽ അതിനെ പുച്ഛിച്ചു തള്ളാതെ, ഈ ലോകം ഇങ്ങനെയായ ഈ ലോകത്ത് അമേരിക്ക നമ്പർ 1 ആയിട്ടിരിക്കുന്ന ഈ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തപ്പോ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അന്നുണ്ടായിട്ടുള്ള പുച്ഛങ്ങളും അന്നുണ്ടായിട്ടുള്ള സംസാരങ്ങളും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും ട്രംപ് ഒരു വിഷണറി ആണെന്നുള്ളത്. ഏറ്റവും വലിയ ചോദ്യം അതല്ലേ. ഇപ്പം സജിമോൻ തന്നെ അറിയാമല്ലോ, ഈ കൂടെ കിടന്നവൻ പിണങ്ങിപ്പോയാലുള്ള പ്രശ്നങ്ങൾ സജിമോനും അറിയാമല്ലോ അല്ലേ. പക്ഷേ യൂറോപ്യൻ യൂണിയനെ പോലും ട്രംപ് പറയുന്നത് പ്രകൃതിവാതകവും അതുപോലെ എണ്ണയുടെയും കയറ്റുമതി കൂട്ടിയില്ലെങ്കിൽ
നല്ലൊരു ചുങ്കം പ്രതീക്ഷിച്ചോളാം, പ്രത്യേകിച്ച് കാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം കാര്യത്തിൽ. അപ്പം യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നേറ്റോയിൽ നിന്ന് പിൻവാങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. ഒന്നാമത് നമ്മുടെ ഈ പ്രകൃതിവാതകവും എണ്ണയുടെയും പ്രൊഡക്ഷൻ ഏതാണ്ട് പീക്കിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് വരും വർഷങ്ങളിൽ പ്രൊഡക്ഷൻ കൂടും, നിങ്ങൾ കൂട്ടിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം ഒരു സമീപനം കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെപ്പോലും അമേരിക്ക പിണക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. മധു, ഇതിനകത്തൊരു പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, എവിടെ നിന്നും ഒരു ഫീലിംഗ് അമേരിക്കൻ ജനതയുടെ അടുത്ത് കൊണ്ട് ചാടിക്കുന്നുണ്ട്. എന്താണെന്നൊരു ഒരു സോഷ്യൽ മീഡിയ പുഷിനകത്ത് 2016 മുൻപ് അമേരിക്ക ഇല്ലായിരുന്നു, അമേരിക്ക ആയത് 2016 ശേഷമാണ് എന്നുള്ള ആ ഒരു ഫീലിങ്ങിനോട് എനിക്ക് വിയോജിപ്പാനുള്ളത്. അമേരിക്ക വാസ് അമേരിക്ക ബിഫോർ 2016 2016 ശേഷവും 2024 അമേരിക്കയാണ്, ഒരു ഗ്ലോബൽ പവറാണ്, സൂപ്പർ പവറാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ് ഒരു ഫാക്ട്. സംഹാവ് ഒരു ഭരണാധികാരി വരുമ്പം മറ്റു ഭരണാധികാരി അല്ലെ അതിനു മുമ്പ് വന്നാൽ എല്ലാവരും റബിഷാണ്, അവർ ചെയ്ത എല്ലാ പോളിസിയും ഡിഫറെന്റ് ആണ്, ഇപ്പം അമേരിക്ക ആയാലും ഞാൻ വന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന ആ ടോണിനോട് എനിക്ക് പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്. കാരണം അതിനകത്ത് വസ്തുതയില്ല. എന്നാൽ ഇപ്പം ട്രംപ് പറയുന്നത് 2 വേർഡുണ്ട്, നാഫ്റ്റ ആൻഡ് നാറ്റോ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കൂടെ കിടക്കുന്നവരെ പിണത്തിയാൽ അതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും എന്ന് മുമ്പ് മധു പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. നാഫ്റ്റയും നാറ്റോയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അവിഭാജ്യ ഘടകമാണ്. അമേരിക്ക ആയതിൽ ഒരു റീസൺ അതുകൂടെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ള ബിസിനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോഴത്തേക്കും അത് 2 കൺട്രികൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരും, വൈബ് കൊണ്ടുവരും, ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷവും 2ാം യുദ്ധത്തിന് ശേഷവും നാറ്റോ എന്നുള്ളത് അത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അമേരിക്കയുടെ ഗ്ലോബൽ താല്പര്യങ്ങൾക്ക്, ഇക്കണോമിക് താല്പര്യങ്ങൾക്ക്, അമേരിക്കയുടെ ഗ്ലോബൽ മിലിറ്ററി താല്പര്യങ്ങൾക്ക് സപ്പോർട്ട് കിട്ടി എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഇതിനെ അപ്പാടെ നിരസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും പിണക്കിക്കൊണ്ട് ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു ഗവൺമെന്റ് അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു 3 വേർഡിൽ അല്ലെ 3 ലെറ്ററിൽ ഒതുക്കി മാത്രമായിട്ട് എല്ലാ പോളിസികളും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടറിനകത്ത് ഓക്കെയാണ്. പക്ഷെ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് അല്ലെ ചില പോളിസികൾക്ക് പ്രോഫിറ്റ് ഇല്ലായിരിക്കും. എന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഗവൺമെന്റിന്റെ പാർട്ടാണ് എല്ലാവരെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുക, അല്ലെ ഒരേപോലെ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക എന്നതിന്റെ പാർട്ടായിട്ടാണ് ചില പോളിസികളും ചില ഡിപ്പാർട്ട്മെന്റുകളും ഉള്ളത്. അപ്പൊ അതിനെ ഒന്നടങ്കം ക്ലോസ് ഡൗൺ ചെയ്യും എന്ന് പറയുന്നതിനകത്തൊന്നും വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോരസൻ, ഇപ്പം നമ്മൾ ഇവർ രണ്ടുപേരും പറയുന്നത് കേട്ടു. കോരസൻ ഇത്രയും വർഷം അമേരിക്കയിൽ ജീവിച്ചതാണ്. ഈ അമേരിക്കയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പല പ്രസിഡന്റുമാരെ കാണുവാനുള്ള, 2 പാർട്ടികളുടെയും കാണുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഈ ലോകത്തുള്ള എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച രാജ്യം കൈ അയച്ച് മറ്റുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു അഡ്വാൻറ്റേജ് മറ്റ് രാജ്യങ്ങൾ മുതലെടുക്കുന്നു എന്നൊരു തോന്നൽ കോരസന് ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? വളരെ നല്ല ഒരു ചോദ്യമാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മളെ ഒരു കൊളാപ്സ് ഓഫ് സിവിലൈസേഷൻ. ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഒരു ഫണ്ടമെന്റലിസം അല്ലെ റൈറ്റ് വിങ്ങിന്റെ തീവ്രത വളർന്നു വരികയാണ്. അവിടെ മനുഷ്യത്വത്തിന് വില കുറഞ്ഞു കാണുന്ന ഒരവസ്ഥ. മധു ചോദിച്ച ചോദ്യം, ഈ കാലഘട്ടത്തിലെ പല പ്രസിഡന്റുമാരുടെ അളവുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഒരു പ്രോഫറ്റിക്, ഒരു ഫിലോസഫിക് സംസാരമായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡും അതായിരുന്നു. ഈവൻ ഒബാമ ആണെങ്കിലും, ഈവൻ ജോർജ് ബുഷ് ആണെങ്കിലും, എല്ലാവരുടെയും ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുന്നുടനെ ഈ റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് വരുമ്പോൾ എപ്പോഴും അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് മുമ്പോട്ട് വരുന്നത്. അതിന് അവർ ഏത് എക്സ്ട്രീം വരെ പോകാനും അവർ സാധിക്കും. ദി വേൾഡ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് ഓഫ് ഫോർട്രസസ് എന്ന് പറയാം. അപ്പൊ ഇപ്പോഴും വീണ്ടും ലോകം വളച്ചു കെട്ടിയ വേലിക്കുള്ളിൽ ഒതുക്കുന്ന ഒരു നെറ്റ്വർക്കായിട്ട് മാറുകയാണ്. അപ്പം എക്സ്പാൻസേഷൻ, പിന്നെ അനക്സേഷൻ, പിടിച്ചടക്കല്, പിന്നെ അങ്ങനെ ഈ സാമ്രാജ്യങ്ങൾ വികസിക്കുന്ന രീതിയിലുള്ള ചിന്ത ഇന്ന് ലോകത്ത് പലയിടത്തും ഉണ്ട്. അപ്പോ അമേരിക്കയുടെ ഭാവവും പറഞ്ഞു വരുന്നത്, അതായത് ഈ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർക്ക് എപ്പോഴും ഒരു കച്ചവട താല്പര്യമുണ്ടെന്നാണോ? അത് തന്നെ.
അത് നമുക്ക് വിൻസെന്റ് ഈ കേട്ടല്ലോ, റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർക്ക് കച്ചവട താല്പര്യമുണ്ട്. അതുമാത്രമല്ല വേറൊരു കാര്യം, അവസാനത്തെ ചോദ്യമാണ്. വേറൊരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അല്ല വിൻസെന്റ് കോരസൻ നേരത്തെ ഒരു ചോദ്യം കൂടെ ഉയർത്തിയിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് ആകണമോ അല്ലെങ്കിൽ ആകുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ക്യാപിറ്റൽ ഹില്ലിലേക്ക് ഒന്നുകൂടെ പതാകയായിട്ട് പോകേണ്ട ഒരു അവസരം വരുമോ? അല്ല, അതിപ്പം കോൺഗ്രസിനെ പോലത്തെ ആൾക്കാരുടെ ഒരു വളരെ ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ട്രംപ് ആവരുത്. ട്രംപ് ഡിറേഞ്ച്മെന്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും നമ്മളിപ്പോ ആയിക്കൂടി 30 മിനിറ്റ് ഉള്ളതിൽ വേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്കഷൻ അല്ല അത്. സോ ഐ വിൽ നോട്ട് ഡു ഇൻടു ദാറ്റ്. ഒരു ഒറ്റ സെന്റൻസിൽ ഉത്തരം പറയാൻ പറ്റുമോ? He said about Obama and Bush. Obama and Bush, Bush was the worst president in my opinion. He created all these world problems today. Obama, the guy who started, socializing medicine, taking from the middle class people and giving it to the poor, started all these problems. അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ടാണോ ഈ കോരസൻ അമേരിക്കൻ ഹിസ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? റിപ്പബ്ലിക്കൻ കോരസൻ പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കുക, നമ്മൾ അവസാനിപ്പിക്കാം. ലൂസിയാന പർച്ചേസ് നടത്തിയ തോമസ് ജെഫേഴ്സൺ. അല്ല വിൻസെന്റ്, നമ്മുടെ സമയം പോയി. പെട്ടെന്ന് ഈ ഒബാമ അതിനൊരു അമേരിക്കയുടെ ഹിസ്റ്ററി ശരിക്കും പഠിക്കണം. കുറച്ച് പുറകോട്ട് പോകണം. ജസ്റ്റ് ഒബാമ ബുഷ് കാലഘട്ടത്തിൽ നിൽക്കരുത്. മധുവിനോട് ഒരു കാര്യം, ഈ താരിഫ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മധുവിന് അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മഹീന്ദ്രയുടെ ട്രക്ക് ഇവിടെ വരുമ്പോൾ 0% താരിഫ്. അവിടെ എത്ര വിലയ്ക്ക് ഉണ്ടാക്കിയോ ആ വിലയ്ക്ക് ഇവിടെ വെക്കുന്നു. ഇവിടെ ഉണ്ടാക്കിയ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലോട്ട് വരുമ്പോൾ 100% താരിഫ്. ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ ന്യൂയോർക്ക് സിറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു സീവേജിന്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. എനിക്ക് ഐ വാസ് സോ പ്രൗഡ് ടു സീ ദാറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എപ്പോഴും എഴുതിയിട്ടുണ്ട്. അത് ചവിട്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കിയ ഇന്ത്യൻ കമ്പനികളില് സാധാരണ ആൾക്കാരുടെ ജീവിതം എത്രയാണെന്നറിയോ? 30 വർഷമേ ഉള്ളൂ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ കഷ്ടപ്പാടുകൾ ഒരു ഇന്ത്യയിൽ ഉണ്ടാക്കിയതിന്റെ മഹത്വം നമ്മൾ അനുഭവിക്കുക. ഇവിടെ നമ്മളത് ചവിട്ടിക്കൊണ്ട് നോക്കുന്ന ഉടനെ ലെഡും കാർബണും അടിച്ചിട്ട് അമേരിക്കയുടെ പ്രോസ്പെരിറ്റി മറ്റുള്ള രാജ്യങ്ങളെ കൊടുത്ത വില നമ്മൾ മനസ്സിലാക്കണം. വിൻസെന്റ് കോറൻസൺ, എനിക്ക് നിങ്ങൾ രണ്ടും പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊരു കാര്യം പറയാനുണ്ട് താരിഫിനെ പറ്റിയിട്ട്. ഈ പറഞ്ഞ സീവേജിന്റെ കവറിനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടുത്തെ പോളിസി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മെയ്ഡ് ആണെങ്കിൽ, പ്രത്യേകിച്ച് പബ്ലിക് വർക്കിലും ഉള്ള ആ സാധനം നമ്മൾ സീവേജിന്റെ കവറുകൾ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അതിന് 30% പ്രൈസ് കൂടുതലാണ്. എന്നാൽ ഫോറിൻ മെയ്ഡ് ആണെങ്കിൽ നമുക്ക് 30% പ്രൈസ് ലെസ് ആണ്. എന്നാൽ ഇവിടുത്തെ നിയമം അത് അനുവദിക്കുന്നില്ല നമ്മൾക്ക് ഫോറിൻ മെയ്ഡ് സാധനം അവിടെ ഉപയോഗിക്കാൻ. കാരണം ആ ജോബ് പബ്ലിക് റിലേറ്റഡ് വർക്കാണ്. അതൊരു സർപ്രൈസിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു. 6 മാസം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ടാരിഫുകളും ഇങ്ങനെയുള്ള പോളിസികളും പ്രൊട്ടക്ഷൻസും വന്നു കഴിയും എൻഡ് ഓഫ് ദ ഡേയിൽ ഇത് ആരാണ് എക്സ്ട്രാ ഈ പൈസ പേ ചെയ്യുന്നത്? ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഹാർലി ഡേവിഡ്സന്റെ കാര്യം, മഹീന്ദ്രയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിയാണ്, പ്രാസമായിട്ട് ഒക്കുന്നുണ്ട്. എന്നാൽ ഒരു ബിസിനസ് നെഗോഷിയേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും ഹാർലി ഡേവിഡ്സൺ ഒരു പോയിന്റ് പറയുമ്പോൾ മറ്റ് 2 മിസൈൽ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമായിരിക്കും അവർ അതിന്റെ കൂടെ സബായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ സെനറ്റിലോ കോൺഗ്രസിലോ പാസ്സാക്കുന്ന ബില്ലുകളാണെങ്കിൽ പോലും ഒരു സോഷ്യൽ ബെനിഫിറ്റ് വരുമ്പോൾ അതിനകത്ത് റിപ്പബ്ലിക്കൻ ഇൻട്രസ്റ്റും ഡെമോക്രാറ്റിക് ഇൻട്രസ്റ്റും ഉള്ള സെനറ്റർമാരുടെ ഇൻട്രസ്റ്റും കൂടെ അതിനകത്ത് ആ ബില്ലിന്റെ പാർട്ടായിട്ടാണ്. അങ്ങനെയാണ് ഒരു 1000 പേജിന്റെ വരുന്നത്. അപ്പൊ ഇത് ഒന്ന് ഒരു ഈക്വൽ അല്ല ഈ ഒരു പോളിസി മേക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴെന്നാണ് എനിക്ക് പറയാൻ ശ്രദ്ധപ്പെടുത്താനുള്ളത്. സജിമോൻ നേരത്തെ പറഞ്ഞു അമേരിക്കയുടെ പഴയ ചരിത്രം നോക്കിയാൽ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ നാട്ടിലത്തെ കാരണവന്മാർ വലിയ തറവാടുകൾ ബിൽഡ് ചെയ്യും. ഈ തറവാടുകളൊന്നും നശിച്ചു പോകുന്നത് ഒരു ജനറേഷൻ കൊണ്ടല്ല. തറവാടുകൾ നശിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ബോധമുള്ള ആൾക്കാർ ഇടപെടണം. 30 വർഷം മുമ്പ് ട്രംപ് പറഞ്ഞതും ഇപ്പൊ ട്രംപ് പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അമേരിക്ക നശിക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല, 30 വർഷം മുമ്പാണ്. അതായത് അമേരിക്ക നശിക്കാൻ പറയുന്നത് 2 പോയിന്റ്. ഒന്ന് ഇക്കണോമിക് ആസ്പെക്റ്റിലായിരിക്കും പറയുന്നത്, അല്ലെ പോപ്പുലേഷൻ കാര്യത്തിലായിരിക്കും. You had your chance. I am replying to you. So അത് കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നല്ല ലീഡേഴ്സ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ബുഷും ഒബാമയും അതിനെ പറ്റിയ ലീഡേഴ്സ്. ബാക്കിയുള്ളടത്ത് പോയി സക്കപ്പ് ചെയ്ത് എല്ലായിടത്തും പോയി നല്ല പ്രസംഗം പറഞ്ഞ് ജോയും ഹാപ്പിനെസ്സും സ്പ്രെഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ശരിയാവില്ല. അമേരിക്ക എങ്ങനെയാണ് ഈ ചൈന എങ്ങനെയാണ് അമേരിക്ക ഇത്രയും വലിയ ത്രെട്ടായിട്ട് മാറിയത്? 1960s തുടങ്ങി 1970s തുടങ്ങിയുള്ള പ്രസിഡന്റുമാരുടെ കഴിവുകേട് കൊണ്ടാണ് ചൈന ഇപ്പൊ ഇത്രയും വലിയ ത്രെട്ടായിട്ട് മാറിയത്. അതിന്റെ ഒരു കറക്റ്റ് ആൻസർ ഇന്ത്യയും ചൈനയും ഒന്നും അമേരിക്ക നമ്മൾ കാണുന്ന അമേരിക്ക ഇന്ത്യയുടെ ചൈനയുടെ പ്രസിഡന്റ് അവരുടെ പോപ്പുലേഷൻ 20 വർഷം പറഞ്ഞില്ലോ.
No, let me ഒരു lag complete. ആയിരുന്നു. Let me complete what I was saying. Okay, അപ്പൊ ഈ പറഞ്ഞോളൂ. സജിമോനിൽ ജീവിക്കാനായിട്ട് വന്ന അമേരിക്ക ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞു പോയ ഈ ബുഷും ഈ ഒബാമയൊന്നും അല്ല, അതിന് മുമ്പുള്ള പ്രസിഡന്റുമാരാണ്. അപ്പൊ അവർക്കുണ്ടായിരുന്ന വിഷനുള്ള ഒരു പ്രസിഡന്റിനെ പറ്റിയും കോരസൻ അറിയില്ല. കോരസൻ പറയുന്നത് ഒബാമയെ പറ്റിയും ബുഷിനെ പറ്റിയാണ്. ലൂസിയാന പർച്ചേസ് നടത്തിയ തോമസ് പാർട്ടി ഉണ്ടാക്കിയത് ബാലൻസ് ബഡ്ജറ്റ് ഉണ്ടാക്കിയത് ക്ലിന്റൺ പാർട്ടി. അതുപോലെ തന്നെ എല്ലാ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരും ഈ എക്കോണമി ഫോളോ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, ഏത് പ്രസിഡന്റ് I think Madhu session wind up ചെയ്യുന്നുണ്ട്. ബിസിനസ് മൈൻഡ്. അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഇവിടെ ബിസിനസ് മൈൻഡുള്ള പ്രസിഡന്റുമാർക്ക് അമേരിക്കയെ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അമേരിക്ക ഒരു മാർക്സിസ്റ്റ് കൺട്രി അല്ല, ഒരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ല. അമേരിക്ക ഈസ് നോട്ട് എ ബ്ലീഡിംഗ് ഹാർട്ട് കൺട്രി. വിൻസെന്റ് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അല്ല ഞാൻ പറഞ്ഞു വന്നപ്പോ അല്ല, വിൻസെന്റിനുള്ള മറുപടി റെഡിയായി. സജിമോനെ പറ. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. 20 വർഷം മുമ്പ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലാഗ് ആയിരുന്നു, ഇക്കണോമിക്കിൽ ഒരു ഭാരമായിരുന്നു, കഷ്ടതയായിരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ലാഗ് അല്ല, ഒരു പ്ലസ് ആണ്. ഇന്ത്യയും ചൈനയും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ സ്ഥിതി എന്താകും? ഓർത്ത് നോക്കിക്കേ. 1.5 ബില്യൺ പ്ലസ് 1.5 ബില്യൺ 3 ബില്യന്റെ പോപ്പുലേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്നാൽ 20 വർഷം മുമ്പത്തെ മൈൻഡ് സെറ്റ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇന്ത്യയിൽ നമ്മൾ 70-80 ക്യാമ്പയിൻ നിന്നായിരുന്നു നമ്മൾ 2 നമുക്ക് 2, അത് കഴിഞ്ഞ് നമ്മളൊന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ വന്നതിന്റെ കാരണം എന്തായിരുന്നു? പോപ്പുലേഷൻ ഒരു ലാഗ് ആണ്, അതുകൊണ്ട് ഇതിന് കൺട്രോൾ വേണം എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് പോയത്. എന്നാൽ അത് ഇന്ന് മാറി, പോപ്പുലേഷൻ പ്ലസ് ആണ്, ലാഗ് അല്ല, മോർ ഈസ് ബെറ്റർ എന്നുള്ളൊരു പോളിസിയിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് അമേരിക്ക ഡിസിന്റഗ്രേറ്റ് ആയി പോയതോ അമേരിക്ക അല്ലാതായി പോയതോ ഒന്നുമില്ല. അമേരിക്ക ഈസ് അമേരിക്ക. അതിന് മാറ്റവും വന്നിട്ടില്ല. അത് ലോകശക്തിയാണ്. അതിനകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിനകത്ത് അറിയാനുള്ള ഒരു നമ്പർ മാത്രം പറഞ്ഞാൽ മതി വിൻസൻ. പെർ ക്യാപിറ്റ GDP ഇന്ത്യയുടേത് 2855 ആണ് എങ്കിൽ അമേരിക്കയത് 85,750 ആണ്. എവിടെ 80,000 കിടക്കുന്നു, എവിടെ 2,500 കിടക്കുന്നു? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അമേരിക്ക അല്ലാതാവുന്നത്? ഈ പറയുന്ന വ്യത്യാസം നമ്പറുകളിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്. കാര്യം ഡൊണാൾഡ് ട്രംപാണ് ഇനിയും പ്രസിഡന്റായിട്ട് വരാനായിട്ട് നിയുക്ത പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് സന്ദേശങ്ങൾ കാണും. അതുകൊണ്ട് ഈ ചർച്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ സന്ദേശവും പുതിയ ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. താങ്ക് യു വിൻസെന്റ്, താങ്ക് യു സജിമോൻ, താങ്ക് യു കോരസൻ വർഗീസ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.